ഗോതമ്പ് ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു 3 ഗ്ലാസ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇനി കുറച്ച് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇത് ഞാൻ ഫോർക്ക് ഉപയോഗിച്ചാണ് ചെയ്യണത്. അതുകൊണ്ട് ഇളക്കി യോജിപ്പിക്കുമ്പോൾ കട്ട പിടിക്കില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഉപ്പ് പൊടിയുടെ എല്ലാ ഭാഗത്താവാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഫോർക്ക് വെച്ചിട്ടൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് വെള്ളമൊഴിച്ച് കലക്കിയെടുക്കാനായിട്ടും ഞാൻ ഈ ഫോർക്ക് തന്നെ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ കുറച്ച് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ ഇത് മിക്സിയിൽ അടിക്കാനൊക്കെ നിൽക്കണം. അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഫോർക്ക് കൊണ്ട് ചെയ്യുമ്പോൾ കട്ട പിടിക്കില്ല. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്ക് ഇളക്കി പാകത്തിന് എടുക്കാം. ഞാൻ വെള്ളത്തിൻ്റെ അളവൊന്നും ഞാൻ പറയണില്ല, കാരണം ഓരോ പൊടിക്കും വെള്ളത്തിൻ്റെ അളവ് വ്യത്യാസമാവും. അപ്പോൾ ഞാനിപ്പോൾ ഇളക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ പാകമാണ് ഞാൻ പറഞ്ഞു തരാനിരിക്കുന്നത്. ഞാനിപ്പോൾ അളവൊന്നും നോക്കിയിട്ടല്ല. അപ്പോൾ ഇതാണ് ഈ പാകമാണ് നമുക്ക് മാവിന് വേണ്ടത്. വിട്ട് ഇങ്ങനെ വരുന്ന ഒരു പാകം. അതായത് നമ്മൾ സാധാ ദോശയ്ക്ക് എടുക്കുന്നതിനേക്കാളും കട്ടി കൂടുതലുണ്ടാവും. ഇപ്പോൾ ചട്ടി വെച്ചിട്ട് അത് നന്നായി ഇങ്ങനെ പുക വരണം. കണ്ടോ, ചൂട് നല്ലോണം വേണം ഈ ദോശയ്ക്ക്. അപ്പോൾ എന്നിട്ട് ഞാൻ ചട്ടി ചൂടാകുമ്പോൾ നമുക്ക് എണ്ണയോ വെളിച്ചെണ്ണയോ നെയ്യൊക്കെ ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് നല്ലെണ്ണയാണ്. അപ്പോൾ ഗോതമ്പ് ദോശയ്ക്ക് എപ്പോഴും ടേസ്റ്റ് നല്ലെണ്ണയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ട് ഞാൻ നല്ലെണ്ണ എടുക്കണം. അപ്പോൾ നെയ്യൊക്കെ ചേർക്കുമ്പോൾ മറ്റേ ദോശയ്ക്ക് നല്ല രസമാണ്. പക്ഷേ ഈ ഗോതമ്പ് ദോശയ്ക്ക് നെയ്യ് അത്ര ടേസ്റ്റല്ല. അപ്പോൾ നമ്മൾ ഇനി 2 തവിയാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഭയങ്കര നൈസായിട്ട് ഞാൻ പരത്തണില്ല. എനിക്ക് അതിനേക്കാളും ഇഷ്ടം ഞാനൊരു ചപ്പാത്തി പോലെ ആക്കിയെടുക്കണത്, മൊരിച്ച പോലെ. സോഫ്റ്റാണ് താനും വന്നാൽ കുറച്ച് മൊരിഞ്ഞൊരു ഇതായിട്ട്. മറ്റത് ഭയങ്കര ക്രിപ്സിയായിട്ട് എടുക്കണ ദോശയല്ല ഇത്. അങ്ങനെ നോക്കണ്ട, അതിന് സ്വല്പം കട്ടിയുണ്ടാവും. അങ്ങനെയും ഈ എടുക്കാനായിട്ട് ഈ പാകം തന്നെ വേണ്ടു. നമ്മൾ കലക്കിയ പാകം തന്നെയാണ് അതിനും വേണ്ടത്. പക്ഷെ ഞാൻ ചെയ്യണത് അതല്ല, ഇത്തിരി സോഫ്റ്റായിട്ട് എടുക്കാനാണ്. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുത്തിട്ട് ഞാനിങ്ങനെ ചട്ടുകം വെച്ചിട്ട് ഇങ്ങനെ അമർത്തി പോള വരും അതിന്. അങ്ങനെ എടുക്കാനാണ്. അപ്പോൾ ഇത് മറിച്ചിട്ട് ഇട്ടപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ, വേണമെങ്കിൽ മതി. എണ്ണ അധികം ഉപയോഗിക്കാണ്ട് ചപ്പാത്തി അല്ലെങ്കിൽ ദോശയൊക്കെ കഴിക്കുന്നവരുണ്ടല്ലോ, നമ്മൾ വയസ്സായവരൊക്കെ അങ്ങനെയാണ് ചെയ്യണത്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഇവർക്കൊക്കെ വേണമല്ലോ, അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. എണ്ണ ഒന്ന് തൂവി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ അമർത്തി എടുക്കുക. അപ്പോൾ ഉള്ളിൽ നിന്നൊരു പോള പോലെ ഇങ്ങനെ വരും. അതിൽ കാണാൻ പറ്റണില്ല ഇങ്ങനെ അമർത്തുമ്പോഴേ. അപ്പോൾ അങ്ങനെ അതൊരു കഴിക്കാൻ നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ചെയ്യില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പോള പോലെ പൊന്തി വരില്ലേ, അതുപോലെ ഇതിനും വരും. അപ്പോൾ ഇത് ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ടുള്ളൊരു ചപ്പാത്തി പോലെ നമുക്ക് തോന്നും. കുറച്ച് നേരം ഒരു സ്വല്പം സമയം കളയണം കേട്ടോ, അങ്ങനെ കാണിച്ചെടുക്കണം. ഇതിപ്പോൾ ഞാൻ രണ്ടാമത്തെ ഇട്ട് കൊടുത്തു, അതും അങ്ങനെ തന്നെ. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ആയി വരുമ്പോൾ നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് എണ്ണ തൂവി കൊടുക്കുക. എന്നിട്ട് മറിച്ചിട്ടിട്ട് നമ്മളിങ്ങനെ ചട്ടുകം കൊണ്ട് അമർത്തി എടുക്കുക. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ ഗോതമ്പ് ദോശ ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് അല്ലാതെ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. കണ്ടോ, മൊരിഞ്ഞൊരു ചപ്പാത്തി പോലെയാണ് ഇതിരിക്കുക. എന്നിട്ട് സോഫ്റ്റാണ് തന്നെ. അതിൻ്റെ ഉള്ളിലത്തെ ഒരു പോളം പോലെയുണ്ട്, അത് വരും. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ദോശ, ഗോതമ്പ് ദോശ, സാമ്പാർ, ചട്നി. അതാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.